ഇസ്രയേൽ ഹമാസ് യുദ്ധം മാസങ്ങൾ നീണ്ടുപോയേക്കാം എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുന്നു. ഈജിപ്റ്റ് അതിർത്തിക്ക് സമീപം ഇസ്രയേൽ ബോംബിട്ടു എന്ന വാർത്തയും വരുന്നു. ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടതായും വാർത്തയുണ്ട്. നമുക്കൊപ്പം പി ജെയിംസ് ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. എന്താണ് ഈ ബോംബിട്ടതിൻ്റെ വാർത്തകൾ, അപ്ഡേറ്റ്സ് എന്താണ് പറയൂ. എസ് കെ എൻ, ഇത് യഥാർത്ഥത്തിൽ വടക്കൻ ഗസയിലാണ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇസ്രായേൽ ഈ ഗസയിലേക്കുള്ള യുദ്ധം ആരംഭിച്ചത്. പക്ഷേ അത് വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്ത അവരോട് പറഞ്ഞു, വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പോയിക്കൊള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആക്രമണത്തിൽ നിങ്ങൾ കൊല്ലപ്പെടും. അവർ ലക്ഷക്കണക്കിന് 12 ലക്ഷം പേരാണ് തെക്കൻ ഗസയിൽ പോയത്. തെക്കൻ ഗസയിലും അവർ ഇസ്രായേൽ ബോംബിടാൻ തുടങ്ങിയതോടെ അവർ പറഞ്ഞു, നിങ്ങൾ റഫയിലേക്ക് പൊക്കോളൂ, ഈജിപ്തിൻ്റെ അതിർത്തിയായിട്ടുള്ള റഫയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അവർ ഒരുപാട് പേര് റഫയിലേക്ക് ഓടി. ഇപ്പോൾ ഇതാ റഫയിലും ബോംബിട്ടിരിക്കുന്നു ഇസ്രായേൽ. എവിടേക്ക് ഇനി ഓടും? ഓടാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, മരുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭക്ഷണം കിട്ടാതെ ഒരുപാട് പ്രദേശങ്ങളിൽ ജനങ്ങൾ പട്ടിണിയിലാണെന്നുള്ള വാർത്ത വരുന്നു. പ്രത്യേകിച്ച് ട്രക്കുകൾ, ഈ റഫ അതിർത്തി കടന്ന് ഈജിപ്തിൽ നിന്ന് ട്രക്കുകൾ വരുന്നില്ല, ഭക്ഷണ സാധനങ്ങൾ എത്തുന്നില്ല, മറ്റേ സപ്ലൈ ചെയിൻ തകർന്നിരിക്കുന്നു, മരുന്നുകളില്ല. അവിടെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമെന്ന് UN വലിയ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. WHO കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. എന്തായാലും അടുത്ത ഒരു തലമുറ ഇസ്രായേലിനെയൊക്കെ വലിയ രീതിയിൽ അവഗണിക്കുന്ന, അല്ലെങ്കിൽ അവരോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം പുലർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത്, ഈ രീതിയിൽ പോയാൽ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും ഇപ്പോഴുള്ള തലമുറയും ഒരുപക്ഷെ ഇത് ഈ ലോകത്തോട് മുഴുവൻ അത്രയും നെഗറ്റീവായിട്ട് മാറുന്ന തരത്തിലേക്കാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കെയിൻ, എന്തായാലും ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ ഈ യുദ്ധം മാസങ്ങൾ നീണ്ടുപോയേക്കാമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രായേൽ കൊടുത്ത റിപ്പോർട്ടിൽ വളരെ കനത്ത യുദ്ധം അടുത്ത 3 ആഴ്ച കൊണ്ട് തീരുകയും, പക്ഷേ അവർ പിന്മാറില്ല, ആ രീതിയിലുള്ളൊരു റിപ്പോർട്ട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിൽ 7000 ഹമാസ് പോരാളികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 20,000 പേരാണുള്ളത്. അപ്പോൾ മുഴുവൻ ഹമാസിൻ്റെയും പോരാളികളെ കീഴടക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിൽ കടൽ വെള്ളം അവർ പമ്പ് ചെയ്യുന്നു ഇസ്രായേൽ എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും വന്നിട്ടില്ല. എന്തായാലും വല്ലാത്ത അവസ്ഥയിലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. നിരപരാധികളായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ്. SKN. പി ജെയിംസ്, വ്ളാഡിമിർ പുടിൻ നയം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഈ യുക്രൈൻ യുദ്ധം നടത്താൻ അവർ നടത്തിയ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ, അവരുടെ ആ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പരിപാടിയില്ല എന്ന് അദ്ദേഹം ഈ 4 മണിക്കൂർ നീണ്ടുപോയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ. മാത്രമല്ല, യുക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കാനുള്ള തീരുമാനമായി യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയും വരുന്നു. കൂടുതൽ പ്രശ്നങ്ങൾ കടക്കുമോ? SKN, ഈ യുദ്ധം തുടങ്ങി 2 വർഷം തികയുമ്പോൾ ഇതാദ്യമായിട്ടാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 4 മണിക്കൂർ നീണ്ട പത്രസമ്മേളനത്തിൽ, അവിടുത്തെ ജേർണലിസ്റ്റുകൾ മാത്രമല്ല, റഷ്യയിൽ ഉള്ള ഏതാണ്ട് 20 ലക്ഷം ചോദ്യങ്ങളാണ് റഷ്യക്കാർ ഉന്നയിച്ചിരുന്നത്. അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്ത് ഉന്നയിക്കാൻ അനുവദിച്ചത്. പക്ഷേ ആ തരത്തിൽ പോലും ഒരു ജനാധിപത്യം ഉണ്ടെന്ന് പറയാം. കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ ആദ്യമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരുന്നു കൊടുത്തു 4 മണിക്കൂർ. എന്ന് മാത്രമല്ല, വളരെ രസകരമായ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹം മറുപടി നൽകിയെന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും വലിയൊരു നയം വ്യക്തമാക്കിയത്, ഉക്രൈൻ യുദ്ധം അത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാതെ പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഉക്രൈൻ യുദ്ധം നീണ്ടു പോകും എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്താൻ ഒരു കാരണമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരികയാണ് റഷ്യയിൽ. അദ്ദേഹം 5ാം തവണയും മത്സരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുവരെ ഉക്രൈൻ മുന്നിട്ട് നിന്ന യുദ്ധക്കളത്തിൽ റഷ്യ പതുക്കെ പിടിമുറുക്കി തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിൽ റഷ്യയാണ് കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കിയത്. പക്ഷേ അതൊക്കെ തിരിച്ചു പിടിക്കുകയായിരുന്നു ഉക്രൈൻ. അതെല്ലാം മാറി മൈനുകൾ വിതറി, ട്രഞ്ചുകൾ കുഴിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രകാരം തന്നെ 6,17,000 പേർ റഷ്യയെ പ്രതി യുദ്ധരംഗത്തുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എത്ര പേര് ഇതിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസി വെളിപ്പെടുത്തിയിരിക്കുന്നത് 3,15,000 റഷ്യൻ ഭടന്മാർ കൊല്ലപ്പെട്ടു എന്നാണ്. ഏതാണ്ട് അത്രയും തന്നെ ഉക്രൈൻ
സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചില്ലറയല്ല ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, ദശലക്ഷക്കണക്കിന് നഷ്ടം. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചൊരു വീട്ടമ്മ പെൻഷൻകാരി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മുട്ടയ്ക്കും ചിക്കനൊക്കെ ഇങ്ങനെ വില കൂടിയാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും, ഞങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് രൂപയൊന്നും പെൻഷൻ കിട്ടുന്നില്ല. ഉടൻ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞെന്ന് മാത്രമല്ല 120 കോടി മുട്ട റഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തീരുമാനമെടുത്ത ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ SKN ഒരു പക്ഷേ വളരെ കൗതുകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി വഴിയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രൂപം അദ്ദേഹത്തോട് വന്ന് ചോദിച്ച ചോദ്യമായിരുന്നു. അപ്പോൾ താങ്കളുടെ ഡബിൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ, അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരാൾ മതി, ഒരു ശബ്ദം മതി. എന്നിട്ട് പിന്നീട് പറഞ്ഞു എൻ്റെ ഡബിളാണല്ലോ എന്നോട് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചാണ് വന്നത്. നമ്മുടെ രൂപം വേറൊരാൾ അതേ ശബ്ദത്തിൽ അതേ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഫേക്ക് ചെയ്തുകൊണ്ട് ഒരാൾക്ക് വന്ന് യുദ്ധം പ്രഖ്യാപിക്കാം, സൈന്യത്തോട് മുന്നോട്ട് പോകാൻ പറയാം, അങ്ങനെ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഉച്ചകോടി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വല്ലാത്ത ഒരു അപകടം പിടിച്ച ഇതാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് എതിരെ അപ്പോൾ തന്നെ ബ്രസൽസിൽ നാറ്റോയുടെ ജനറൽ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് വന്നിട്ട് പറഞ്ഞത് റഷ്യയെ പേടിക്കണം, റഷ്യയെ ശക്തമായിട്ട് ഉക്രൈൻ്റെ കാര്യത്തിൽ നേരിട്ടില്ലെങ്കിൽ ഉക്രൈനെ കീഴടക്കിയാൽ യൂറോപ്പിലേക്കും വരും. അതുകൊണ്ട് തന്നെ ഉക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു ഹംഗറിയുടെ എതിർപ്പോടെ. പക്ഷേ ഹംഗറി വീറ്റോ ചെയ്തില്ല, അവർ വാക്കൗട്ട് നടത്തി. 26 രാജ്യങ്ങൾ കൂടി ഉക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. SKN ജെയിംസെ, വലിയൊരു നയമാറ്റം. ഇന്ത്യ UAE-യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു. അതുപോലെ റഷ്യ എണ്ണയ്ക്ക് പകരമാണിത്. മാത്രമല്ല അമേരിക്കയിൽ നിന്നും വാങ്ങിക്കേണ്ട, UAE-യിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു. എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? SKN, ഇന്ത്യ എല്ലാ കാലത്തും ഈ മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, ഇറാനിൽ നിന്ന്, UAE-യിൽ നിന്നാണ് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ കൂടുതൽ എണ്ണയും വാങ്ങിക്കൊണ്ടിരുന്നത് സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നുമാണ്. ഇപ്പോൾ ഒരു വലിയ നയമാറ്റം ഉണ്ടായിരിക്കുന്നത് അതിനുശേഷമാണ് റഷ്യ വലിയ വില കുറച്ച് എണ്ണ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയും എണ്ണ വാങ്ങിയില്ല, അവിടെ ഇഷ്ടംപോലെ എണ്ണ ബാക്കി വന്നു. അത് ചൈനയും ഇന്ത്യയുമാണ് ഏറെയും വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ സബ്സിഡി, ഇപ്പോൾ റഷ്യൻ എണ്ണയ്ക്കുള്ള സബ്സിഡി കുറച്ചിരിക്കുന്നു. അതിലെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രശ്നം വന്നിരിക്കുന്നു. അതിനേക്കാൾ വലിയ കാര്യം SKN, അമേരിക്കൻ കപ്പലുകൾ റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നത് പല സ്ഥലത്തും തടയുന്നു. അമേരിക്ക ഇന്ത്യയുമായിട്ട് അക്കാര്യത്തിൽ വലിയൊരു അഭിപ്രായ ഭിന്നതയിൽ നിൽക്കുകയായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറച്ച് UAE-യിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കാൻ തുടങ്ങി. 3 ലക്ഷത്തിൽ പരം ബാരലാണ് ഓരോ ദിവസവും ഇന്ത്യ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഏതാണ്ട് 65% UAE-യിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കൂട്ടി. ഇപ്പോൾ ഒക്ടോബറിൽ 35% വർധനവുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UAE, സൗദി അല്ലെങ്കിൽ മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക എന്ന നയത്തിലേക്ക് ഇന്ത്യ തിരിച്ചു വന്നിരിക്കുന്നുവെന്നും വേണം മനസ്സിലാക്കാൻ. SKN. താങ്ക് യു VP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം.